സുരേഷ് ഗോപി ദാനധർമാദികളൊക്കെ ചെയ്യുന്ന കർണനാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന തൃശ്ശൂർക്കാരെ കുറിച്ച് നമ്മൾ വിലപിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ഒരുപാട് പേരാണ് ആറ്റിങ്ങിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒക്കെ വോട്ട് ചെയ്തത് എന്ന് മാത്രമല്ല, പക്ഷെ ഡൽഹിയിൽ 7 സീറ്റുകളും ഇത്തവണയും BJP ആണ് വിജയിച്ചത്. അതായത് ഈ അർബൻ മിഡിൽ ക്ലാസ് വളരെ കൃത്യമായിട്ട് BJPക്കൊപ്പം നിൽക്കാനുള്ള ഒരു പ്രവണത ഇപ്പോഴും വെടിഞ്ഞിട്ടില്ല. ഇതേ അർബൻ മിഡിൽ ക്ലാസ് കേരളത്തിൽ യോഗ കൊണ്ടുവരുന്നു. ഉടനെ മതേതര യോഗയുമായിട്ട് CPM-ഉം ഇടതുപക്ഷവും പ്രത്യക്ഷപ്പെടുന്നു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. എന്നാൽ പിന്നെ മതേതര ശ്രീകൃഷ്ണ ജയന്തി ഇവർ ആഘോഷിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും BJPയുടെ വോട്ട് ഷെയറിംഗ് കൂടിയിട്ടുണ്ട്. കേരളം കാവ്യവൽക്കരിക്കപ്പെടുന്നുണ്ടോ? ഇപ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ടിനെ മുൻനിർത്തി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം BJPയെ സംബന്ധിച്ച് സന്തോഷിക്കാൻ ഇട നൽകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മതേതര കക്ഷികളെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയ പുനർവിചിന്തനങ്ങൾക്കും ആത്മപരിശോധനകൾക്കും ഇടയാക്കേണ്ട ഒന്നാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷെ ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇതിന് കാരണമായ ഈ BJPയുടെ തൃശ്ശൂരിൽ ഇപ്പോൾ BJPക്ക് ഒരു സീറ്റ് കിട്ടുന്നതിലേക്ക് എത്തിച്ച രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയ വളർച്ച എന്ന് പറയുന്നത് കേവലമായി സംഘടനാപരമായ വളർച്ച മാത്രമല്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ഇന്ത്യയിൽ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ നിർമ്മിച്ചെടുത്ത ഒരു സാമൂഹ്യ ശരീരത്തിന്റെ രൂപപ്പെടൽ പോലെ കേരളത്തിലും വളരെ കൃത്യമായ അത്തരത്തിലൊരു രൂപപ്പെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു ഇത്ര വോട്ടുകൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഷ്ടി ഒരു 20,000 ആളുകൾ കൂടി വോട്ട് ചെയ്തിരുന്നെങ്കിൽ ആറ്റിങ്ങലിൽ വി മുരളീധരനും ഏതാണ്ട് അത്രയും ആളുകൾ വോട്ട് ചെയ്തിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആകെ കൂടി നോക്കിയാൽ എക്സിറ്റ് പോളുകൾ ശരിയാകാമായിരുന്ന ഒരേ ഒരു സ്ഥലം കേരളമായിരുന്നു എന്ന് നമുക്ക് തോന്നും. കാരണം 3 സീറ്റോളം അവർക്ക് കിട്ടാനൊരു ബുദ്ധിമുട്ടും അങ്ങനെ നോക്കിയാൽ ഉണ്ടാകുമായിരുന്നില്ല. ആലപ്പുഴയിൽ 30% വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി പിടിച്ചത്. കേരളത്തിൽ പല 11 മണ്ഡലങ്ങളിലോ മറ്റോ BJP ആണ് മുന്നിൽ, ചിലയിടത്ത് 2ാം സ്ഥാനത്താണ്. നമ്മളിത് കാണേണ്ടത് ഇത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു വളർച്ചയോ BJPയുടെ മാത്രം അധ്വാനം കൊണ്ടുണ്ടായ ഒരു വളർച്ചയോ അല്ല. തീർച്ചയായും BJPയുടെ അധ്വാനത്തെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പലതരത്തിലുള്ള അവരുടെ അവസരവാദപരമായ നിലപാടുകൾ കൊണ്ട് അതിനാക്കം കൂട്ടി എന്നുകൂടി നമ്മൾ പറയണം. BJP കേരളത്തിൽ വളരുന്നതിന് വടക്കേ ഇന്ത്യയിലെ BJPയുടെ അതേ തന്ത്രങ്ങളല്ല BJPയുടെ ഉപയോഗിച്ചത്. അവരെ സംബന്ധിച്ച് ഇവിടെ വലിയൊരു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ കേരളത്തിൽ വളരെ ശക്തമായ ഒരു പോപ്പുലേഷനാണ്. അത് സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് അതിനെടുത്ത പോലെ മുസ്ലിങ്ങളെ ശത്രുസ്ഥാനത്ത് നിർത്തുകയും മുസ്ലിങ്ങളെ ശത്രുക്കളായും പ്രതികളായും അവതരിപ്പിക്കുകയും ലവ് ജിഹാദ് പോലുള്ള ഒരുപാട് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുകയും അതിൽ തങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ മതമേധാവിത്വത്തെ അവർ കൂടെ കൂട്ടുകയും ചെയ്തു. എത്രത്തോളം ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ വേറെ കാര്യം. തൃശ്ശൂരൊക്കെ സാമാന്യമായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് കൂടിയാണ് BJP ജയിച്ചത്. പക്ഷേ ഇത് കേരളം ഒട്ടാകെ ഒരു പാറ്റേൺ ഉണ്ടായി എന്നൊന്നും ഞാൻ പറയില്ല. എങ്കിൽ പോലും മുൻപ് കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ അവർക്ക് കിട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് സംഭവിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കേരളീയ സമൂഹത്തിൽ പടർത്താൻ ശ്രമിച്ച ഈ വെറുപ്പും വിഷവും കേരളീയ സമൂഹം ഒന്നാകെ തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് വിഘാതമായി നിന്നത് അതിന് കിട്ടിയ സാമൂഹ്യമായ സ്വീകാര്യത കൂടിക്കൊണ്ടാണ്. ഈ സാമൂഹ്യ സ്വീകാര്യത ഉണ്ടാക്കുന്നതിൽ പല ഘടകങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഒരു ബിഷപ്പ് അത് അങ്ങനെയൊന്നും ഉണ്ടെന്നും അത് ശരിയാണെന്നും ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുകയാണ് എന്നും നമ്മുടെ പെൺകുട്ടികളെ മറ്റു സമുദായക്കാർ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ നേതാക്കൾ പോലും കേരളത്തിൽ പറയാത്ത തരത്തിലുള്ള വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളും വാചകമടികളുമായിട്ട് രംഗത്ത് വന്ന് ക്രിസ്ത്യൻ മതമേധാവികളാണ്. അങ്ങനെ പറഞ്ഞൊരു ബിഷപ്പിന്റെ കൈമുത്താൻ വേണ്ടി കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാരും മന്ത്രിമാരും മത്സരമായിരുന്നു അവിടെ പോയിട്ട്. ഞാൻ പറഞ്ഞത് ഒരിക്കലും ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒരു സമൂഹത്തിൽ വരുന്നത് ആദ്യം തന്നെ 19 സീറ്റിൽ ജയിച്ചിട്ടല്ല. അതിന് വേണ്ട രീതിയിൽ ഒരു സാമൂഹ്യ ശരീരത്തെ പാകപ്പെടുത്തിക്കൊണ്ടാണ് അത് വരുന്നത്. അവരുടെ കളി നിയമങ്ങളെ പൊതു കളി നിയമങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് അവർ വരുന്നത്. നോക്കൂ, കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകൾ പോലും എത്ര എളുപ്പത്തിലാണ് ആ ട്രാപ്പിലൊക്കെ വീണു പോകാറുള്ളത്. ഉദാഹരണത്തിന് യോഗ കൊണ്ടുവരുന്നു.
ഉടനെ മതേതര രോഗിയുമായിട്ട് CPM-ഉം ഇടതുപക്ഷവും പ്രത്യക്ഷപ്പെടുന്നു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. എന്നാൽ പിന്നെ മതേതര ശ്രീകൃഷ്ണ ജയന്തി ഇവർ ആഘോഷിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും ഇത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു റിസർജൻസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുപയോഗിച്ച മൃദു ഹിന്ദുത്വ എന്ന് പറയുന്നത് കൈവെടിഞ്ഞപ്പോൾ ജനം അവർക്കൊപ്പം നിന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഈ മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ഇതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ, മധ്യപ്രദേശിൽ ഇപ്പോൾ നടന്ന ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പാണ്, അതിനു മുമ്പ് ഗുജറാത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഒക്കെ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും, രാഹുൽ ഗാന്ധി ഏതാണ്ട് 25 അമ്പലങ്ങളിലോ മറ്റാണ് ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന കാലത്ത് പോയിട്ടുള്ളത്. മധ്യപ്രദേശിൽ കമൽനാഥ് BJP-യെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ഏതാണ് വാഗ്ദാനങ്ങളാണ് മതാടിസ്ഥാനത്തിൽ നൽകിയത്. ഹിന്ദു മതബദ്ധമായ ഹിന്ദു ആചാരങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു തരത്തിലുള്ള മതാത്മകതയുടെ പരിവേഷം അണിഞ്ഞ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിട്ടാണ് കോൺഗ്രസ് അവിടെ മത്സരിച്ചു പോലും. അവരുടെ കമ്പ്യൂട്ടർ ബാബ, വെറ്റില ബാബ എന്നൊക്കെ പറയുന്ന ആളുകളെ ഒപ്പം കൊണ്ട് അടക്കുക, വലിയ പ്രതിമകൾ ഉണ്ടാക്കുമെന്ന് പറയുക, കണ്ട സ്വാമിമാരുടെയൊക്കെ കാക്കൽ വീണു പോവുക, എല്ലാ അമ്പലങ്ങളിലും പോവുക. രാഷ്ട്രീയ പ്രചരണത്തെ മുഴുവൻ മതകേന്ദ്രീകൃതമായ ഒരു പരിപാടിയാക്കി മാറ്റുകയും, അങ്ങനെ മതകേന്ദ്രീകൃതമായ ഒരു പരിപാടിയാക്കിയിട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ അതിൽ BJP-യെ വെല്ലാൻ വേറെ ആളില്ലല്ലോ. അത് അവർ ജയിക്കും എന്നേ ഉള്ളൂ. അവർ ജയിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിയാൽ അറിയാം, ഇതിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളാകട്ടെ, ഇന്ത്യ മുന്നണിയിൽപ്പെട്ടതും അല്ലാത്തതുമായ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളാകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഈ മൃദു ഹിന്ദുത്വയോ മതമോ ഒരു വലിയ അജണ്ടയായിട്ട് അവർ BJP-യെ എതിരിടാൻ ഉപയോഗിച്ചില്ല. അത്തരത്തിൽ BJP മുന്നോട്ട് വെച്ച ചില വെല്ലുവിളികളെ അല്ലെങ്കിൽ ചില ട്രാപ്പുകളെ അതിൽ വീഴാതെ മറികടക്കുന്നതിനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, വളരെ കൃത്യമായിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ BJP-ക്കെതിരെ വലിയ ഫൈറ്റ് ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണി സാമാന്യമായ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിൽ ഞാൻ ഈ ശ്രീകൃഷ്ണ ജയന്തിയും മതേതര യോഗയും ഒക്കെ കൊണ്ടുവരുന്നതിലെ പൊള്ളത്തരവും അതിന്റെ പ്രശ്നവുമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യരെ ഇത്തരത്തിലുള്ള മതകേന്ദ്രീകൃതവും മതബദ്ധവുമായ ഒരു പിന്തിരിപ്പൻ ജീവിതത്തിൽ നിന്നും പുറത്തു കടത്തുകയും അവരെ കൂടുതൽ ആധുനിക ജനാധിപത്യ ബോധമുള്ള ആധുനിക മനുഷ്യരും പൗരന്മാരുമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളൊരു രാഷ്ട്രീയ പദ്ധതിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ ജനാധിപത്യത്തിന്റെ ഉയർന്ന രൂപത്തെയാണ് വേണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത്. അത് വേറൊരു വിഷയം. അതിന് പകരം 10 വോട്ട് കിട്ടുമോ എന്നുള്ള സംശയത്തിൽ അവിടെയും ഇവിടെയും പോയിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിശുദ്ധവൽക്കരിക്കുമ്പോൾ വാസ്തവത്തിൽ ഇതിൽ നിന്ന് ഗുണം ചെയ്യുന്ന മുഴുവൻ ഈ സമൂഹത്തിലെ പിന്തിരിപ്പൻ ശക്തികളാണ്. അങ്ങനെ ഇപ്പോ കോൺഗ്രസ് ശബരിമല സമരക്കാലത്ത് ചെയ്തത്, ശബരിമല വിഷയത്തിലുണ്ടായ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ ഈ ശബരിമല ലഹള നടത്തുകയും കലാപം അത്തരത്തിലുള്ളൊരു ജാതി ലഹള എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു ഇത് നടത്തുകയും കേരളത്തിൽ അതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഹിന്ദുത്വ വർഗീയതയുടെ കക്ഷികൾക്കും സംഘപരിവാറിനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാവുന്ന വലിയ വേദികൾ ഉണ്ടാക്കുകയും കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ജനങ്ങൾ നാമജപ ഘോഷയാത്രയുമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിനെ ഏൽപ്പിച്ച ഡാമേജ് വളരെ വലുതായിരുന്നു. ഇത്തരം ഒരു കേരളത്തിലാണ് സുരേഷ് ഗോപി ജയിക്കുന്നതും BJP-യുടെ വോട്ടുകൾ കൂടുന്നതും. ഇത് മറ്റൊന്ന് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ BJP-യുടെ വോട്ടുകൾ കൂടുന്നതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള മട്ടിൽ ഇവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷവും കോൺഗ്രസും അല്ലെങ്കിൽ LDF-ഉം UDF-ഉം എന്നുള്ള മട്ടിൽ നിൽക്കുന്നവർ തങ്ങൾക്ക് BJP-യിൽ നിന്നും എന്താണ് വ്യത്യാസമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരു സമൂഹം മറ്റൊരു രീതിയിൽ മുന്നോട്ട് പോകും തോറും, പ്രത്യേകിച്ചും കേരളത്തെ പോലെയൊക്കെ ഒരു സമൂഹം കുറച്ചുകൂടി ഔട്ട്വേർഡ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു, ആളുകൾ മറ്റു പല രാജ്യങ്ങളിലേക്ക് പോകുന്നു. കേരളത്തിൽ ഒരുപാട് കാലമായിട്ട് നമ്മളുടെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ആധുനിക ബോധമുള്ള ഒരു സമൂഹമായി കേരളം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. എങ്കിൽ പോലും കുറച്ചൊക്കെ ഇതാണ്. അത്തരം ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് കമ്മിറ്റഡ് വോട്ടുകൾ, ലോയൽ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു സാധനം കുറഞ്ഞു വരും. ഈ ലോയൽ വോട്ടുകൾ കുറഞ്ഞു വരുന്നത് സത്യത്തിൽ ജനാധിപത്യത്തിന് വാസ്തവത്തിൽ നല്ലതാണ്. പക്ഷെ അങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അത്തരം വോട്ടുകൾ ചാഞ്ചാട്ട വോട്ടുകളായിട്ട് മാറും. അങ്ങനെ വരുന്ന ചാഞ്ചാട്ട വോട്ടുകൾ മതേതര പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ മതേതര പക്ഷം അതിന്റെ ജനാധിപത്യ പ്രതിബദ്ധത കാണിക്കണം. കേരളത്തിൽ ഇല്ലാതെ പോയത് ഈ ജനാധിപത്യ പ്രതിബദ്ധതയാണ്. ഇടതുപക്ഷ സർക്കാരിനെ നോക്കൂ.
കേന്ദ്രത്തിൽ മോദി നടപ്പാക്കുന്ന തരം ജനാധിപത്യ വിരുദ്ധമായ തരം കാര്യങ്ങളെ മറ്റൊരു രൂപത്തിൽ നടപ്പാക്കാൻ ഇവിടെ യാതൊരു മടിയുമില്ല എന്ന് പല രൂപത്തിൽ ഇവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. അതായത് മാധ്യമങ്ങൾക്കെതിരായ ആക്രമണം, അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ വർഗ താല്പര്യത്തിനെതിരെയും അതിന്റെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കെതിരെയും ആക്രമണം നടത്തുന്നതും, മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം നിങ്ങളുടെ സൈബർ കൂലി കാളികൂലി സംഘങ്ങളെ വിട്ട് ആക്രമിക്കുന്ന പോലുള്ള പരിപാടികൾ നടത്തുന്നത് രണ്ടാ. അത് നമ്മള് നമുക്ക് ദേഷ്യമുള്ളവരെ തെറി പറയുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും കള്ളു വാങ്ങി കൊടുത്ത് വിടുന്ന പോലൊരു പരിപാടിയല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പ്രത്യയശാസ്ത്രം, ഒരു രാഷ്ട്രീയ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു സമൂഹത്തിൽ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനവും നിങ്ങളുടെ എതിരാളികളെ വെറുതെ കൂവി വിളിച്ചിരുത്തുന്നതും അടിച്ചമർത്തുന്നതും അത് രണ്ടായ കാര്യങ്ങളാണ്. കേരളത്തിൽ നടന്നത് അതിന്റെ നേതാക്കന്മാരടക്കം അത് മാത്രം ചെയ്യാൻ അറിയുന്ന ആളുകളായി മാറി എന്നുള്ളൊരു പ്രശ്നമാണ് ഇത്. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഭേദഗതി, എന്തെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരാമർശങ്ങൾ ഇട്ടാൽ പോലീസിനെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള തരത്തിലുള്ള ഭേദഗതിയൊക്കെ വലിയ എതിർപ്പിന് ശേഷമാണ് പിൻവലിക്കപ്പെട്ടത്. ദേശീയ തലത്തിൽ CPM എതിർത്ത UAPA പോലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധ നിയമം കേരളത്തിൽ പ്രയോഗിച്ചത്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കസ്റ്റഡിയൽ ടോർച്ചറിന്റെ ഭാഗമായി നിരവധി പേർ കൊല്ലപ്പെട്ടത്, ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ എന്നുള്ള പേരിൽ മാവോവാദികളെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ എന്ന പേരിൽ കൊന്നുതള്ളുന്ന പരിപാടി ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലും BJPയുടെയും ഒക്കെ സർക്കാരുകളും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കുമ്പോൾ അത്തരത്തിലുള്ള വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ കേരളത്തിൽ മുമ്പുമായിട്ട് ആവർത്തിച്ചത്, ഇതെല്ലാം ജനാധിപത്യ വിരുദ്ധതയുടെ കാര്യത്തിൽ, ജനാധിപത്യ വ്യവഹാരങ്ങൾക്ക് എതിരായ ഒരു സമഗ്രാധിപത്യ ഭരണകൂട സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഈ BJPയുമായിട്ടോ അല്ലെങ്കിൽ അത്തരം ഭരണകൂട സ്വഭാവങ്ങളുമായിട്ടോ തങ്ങൾക്ക് വലിയ ചേർച്ചക്കുറവൊന്നുമില്ല എന്നാണ് കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ഇടതുപക്ഷവും ഒക്കെ പ്രത്യേകിച്ചും തെളിയിച്ചത് എന്നുള്ളത് കൂടി BJPക്ക് വോട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് തോന്നുന്ന ഒരു തരത്തിലേക്ക് മാറാൻ ആളുകളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാകരുത്. അത് സമഗ്രമായ ഒരു സമൂഹത്തിന്റെ നിരന്തര ജീവിതത്തിന്റെ ഭാഗമായ ഒന്നാകണം. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് 5 കൊല്ലം കൂടുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രക്രിയയല്ല. ജനാധിപത്യം ഒരു ജീവിത രീതിയാണ്. ഇവിടെ ജനാധിപത്യത്തിന്റെ ഒരു പ്രക്രിയയിലൂടെ, തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിലെ ഒരു പ്രോസസ്സ് മാത്രമാണ്. ആ പ്രോസസ്സിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ചു പേർക്ക് ബാക്കി കാലം മുഴുവൻ പല രീതിയിൽ ആളുകളെ ഭരിക്കുന്നതിനും അവർക്ക് സുഖമായിട്ട് ജീവിക്കുന്നതിനുമുള്ള ഒരു പരിപാടിയായിട്ട് ജനാധിപത്യം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഈ പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ സമഗ്രമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ തങ്ങൾക്ക് നിരന്തരം ഇടപെടാൻ കഴിയുന്നു എന്നുള്ള തോന്നലില്ലാതാവുന്നത് അങ്ങനെ കഴിയാത്തതുകൊണ്ടാണ്. അതില്ലാതാവുകയും സ്വാഭാവികമായിട്ടും അവർ അതിൽ വൈകാരികമായ രീതിയിൽ അവരെ പ്രചോദിപ്പിക്കുന്ന അത്തരത്തിലുള്ള തീവ്ര വലതുപക്ഷ വാചാടോപങ്ങൾക്കും ഇത്തരത്തിലുള്ള മതാടിസ്ഥാനത്തിലും ഒക്കെയുള്ള രാഷ്ട്രീയ അജണ്ടകൾക്കും പിന്നാലെ പോകാനുള്ള അവരുടെ ത്വര കൂടുതലായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് നിരന്തരമായി ഇടപെടുന്ന ഒന്നല്ല ജനാധിപത്യം. നിങ്ങൾ ജനാധിപത്യപരമായി സമൂഹത്തിലും അതിന്റെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പ്രോസസ്സിലും ഇടപെടുന്നതിന് നിങ്ങൾ പൗരന് അവസരങ്ങൾ നൽകിയില്ലെങ്കിൽ, പൗരനുള്ള അവകാശം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, ആ പൗരൻ ജനാധിപത്യ ബോധമുള്ള ഒരു പൗരനായല്ല പെരുമാറുക. വളരെ ഏത് പക്ഷത്തേക്കും മാറാവുന്ന ഏത് സമഗ്രാധിപത്യ ഭരണാധികാരിയെയും പിന്തുണയ്ക്കുന്ന ഒരാളായിട്ടായിരിക്കും അവർ മാറുക. ഇത് കേരളത്തിന്റെ ഒരു സ്ട്രീക്കിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്ന് കേരളത്തിലെ ഈ മധ്യവർഗത്തിന്റെ ഒരു വളർച്ചയാണ്. കേരളത്തിൽ കുറെ കാലമായിട്ട് നമ്മളുടേത് ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സമൂഹം കൂടിയാണ് നമ്മളുടേത്. ഈ മധ്യവർഗം എന്ന് പറയുന്നത് ലോകത്തിൽ എല്ലായിടത്തും തന്നെ ഈ മിഡിൽ ക്ലാസ് ഇത്തരത്തിലുള്ള തീവ്ര വലതുപക്ഷ കക്ഷികളുടെയും അതുപോലെ തന്നെ ഫാഷിസ്റ്റുകളുടെയും ഒക്കെ വളരെ ലോയലായിട്ടുള്ള പിന്തുണ കൊടുത്തിട്ടുള്ള ഒരു വിഭാഗമാണ്. തൊഴിലാളി വർഗം പോലെയോ അല്ലെങ്കിൽ കർഷകരെ പോലെയോ ഒന്നുമല്ല ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലാണ്. അതുകൊണ്ടാണ് അർബൻ മിഡിൽ ക്ലാസ് ഒക്കെ വളരെ കൃത്യമായിട്ട് BJPക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഹരിയാനയിൽ
കോൺഗ്രസ് കഴിഞ്ഞ തവണ ആകെ തോറ്റെങ്കിലും ഇത്തവണ ഇന്ത്യയിൽ ഒട്ടാകെ പല രീതിയിൽ പ്രതിഫലിച്ച ഈ BJP-യുടെ ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധതയ്ക്കും കർഷക വിരുദ്ധതയ്ക്കും ഒക്കെ എതിരായിട്ടുള്ള ഒരു രോഷം ഹരിയാനയിൽ പ്രതിഫലിക്കുകയും കോൺഗ്രസിന് സീറ്റുകൾ കിട്ടുകയും ചെയ്തോടെ. പക്ഷെ ഡൽഹിയിൽ 7 സീറ്റുകളും ഇത്തവണയും BJP-ആണ് വിജയിച്ചത്. അതായത് ഈ അർബൻ മിഡിൽ ക്ലാസ് വളരെ കൃത്യമായിട്ട് BJP-ക്കൊപ്പം നിൽക്കാനുള്ള ഒരു പ്രവണത ഇപ്പോഴും വെടിഞ്ഞിട്ടില്ല. ഇതേ അർബൻ മിഡിൽ ക്ലാസ് കേരളത്തിൽ പിണറായി വിജയനൊപ്പം നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അവർക്ക് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ആന്തരിക സത്തയും അതിന്റെ വർഗരാഷ്ട്രീയവും ചോർന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ആകുലതയുമില്ല. അതുകൊണ്ട് തന്നെ അവർ സൈബർ കൂലി എഴുത്തുകാരായി വരികയും എതിർക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇത് അവർ മാത്രമല്ല, അവരുടെ നേതാവ് പിണറായി വിജയൻ അതാണ് ചെയ്യുന്നത്. അതാണല്ലോ ഈ വർഗീസ് മാർ കൂർലോസ് ഇപ്പോ പറഞ്ഞത്, പുനർവിചിന്തനത്തിന്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുരോഹിതന്മാരിൽ വിവരദോഷികളുണ്ട് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഒന്ന് നോക്കൂ, ഒരു വിമർശനത്തിനോട് ആ വിമർശനത്തിന്റെ അന്തസത്തെ ഉൾക്കൊള്ളാതെ ആ വിമർശനം ഇനി നിങ്ങളുടെ എതിരാളികൾ ദുഷ്ടലാക്കോടുകൂടി പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, വിമർശനത്തിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളതാണ് ജനം നോക്കുകയുള്ളൂ. അല്ല നിങ്ങൾക്കതിനോടുള്ള എതിർപ്പ് എന്താണെന്നുള്ളതല്ല. അതിനെ എന്തുകൊണ്ട് താൻ അതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയമായി തങ്ങൾക്ക് അതിനോടുള്ള തിരിച്ചുള്ള വിമർശനം എന്ന് പറയാതെ എന്നെ എതിർക്കാൻ ആരാണ് എന്നുള്ള മട്ടിൽ ആണ് പ്രതികരിക്കുന്നത്. ജനങ്ങൾക്ക് പിണറായിയുടെ തന്നെ ചില നേരത്തെ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ജനം ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്നുള്ളതാണ്. സത്യത്തിൽ ജനം ഇതൊന്നും കാണുന്നില്ല നേരാവണ്ണം എന്നുള്ളത് കൊണ്ടാണ് മോദിയും പിണറായിയും ഒക്കെ ആവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ തവണയിൽ കൂടുതൽ ആവർത്തിക്കാൻ പാടില്ലാത്ത, സത്യത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത്തരത്തിൽ ആവർത്തിക്കാൻ പാടില്ലാത്ത ജനാധിപത്യ വിരുദ്ധരായ അധമരാണ് മോദിയും പിണറായി വിജയനും ഒക്കെ എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ജനം ഇത് വേണ്ടത്ര കാണാത്തത് കൊണ്ടും ജനം അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് പ്രകടിപ്പിക്കാത്തത് കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള സമഗ്രാധിപത്യ ഭരണാധികാരികളും ദുരധികാരികളും ആവർത്തിക്കുന്നത്. അതായത് ഒരു ജനാധിപത്യ സമൂഹത്തെ സാധ്യമാക്കുന്നതിൽ നിന്നും നിങ്ങൾ വിമുഖത പ്രകടിപ്പിക്കുകയും ജനാധിപത്യ രാഷ്ട്രീയത്തെ നിങ്ങൾ പിന്നാക്കം തള്ളുകയും നിങ്ങളുടെ ഇൻഡാസുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് പിന്നിൽ നിങ്ങൾ പറയുന്നത് എന്തായാലും അതിന് പിന്നിൽ കൈയടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും നിങ്ങൾ പറയുമ്പോൾ നിശബ്ദരാകുകയും നിങ്ങളുടെ വരികളിൽ വരി തെറ്റാതെ അണിചേരുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതേ വരിയാണ് ഫാഷിസ്റ്റുകൾക്കും ആവശ്യം, തീവ്ര വലതുപക്ഷ കക്ഷികൾക്കും ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നവർ, ഫാഷിസ്റ്റുകൾ മിണ്ടാതിരിക്കാൻ പറയുമ്പോഴും മിണ്ടാതിരിക്കും. നിങ്ങളെ ചോദ്യം ചെയ്യാൻ, നിങ്ങളെ ഭയപ്പെട്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ നിങ്ങളെ ചോദ്യം ചെയ്യാൻ ജനാധിപത്യപരമായ വേദികളില്ലാതിരിക്കുന്ന മനുഷ്യർ ജനാധിപത്യത്തെക്കുറിച്ച് മറന്നുപോവുകയും അത് അവരുടെ ഒരു ജീവിത രീതിയല്ലാതായി മാറുകയും അവർ ഫാഷിസ്റ്റുകൾ വന്നാൽ അവരെ കാത്തിരിക്കുന്ന മനുഷ്യരായി മാറുകയും ചെയ്യുന്നു. സുരേഷ് ഗോപി ദാനധർമാദികളൊക്കെ ചെയ്യുന്ന കർണനാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന തൃശ്ശൂർക്കാരെ കുറിച്ച് നമ്മളെ വിലപിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ഒരുപാട് പേരാണ് ആറ്റിങ്ങിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒക്കെ വോട്ട് ചെയ്ത് എന്ന് മാത്രമല്ല നാളെ അങ്ങനെ വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവരാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം നമ്മൾ ഇന്ന് കാണുന്ന ഇത്തരം ആളുകൾ. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളൊരു പാർട്ടിയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിനുള്ള ഉപരി നിങ്ങൾ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിൽക്കുന്ന രാഷ്ട്രീയം ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, പൗരസമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, പൗരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് നിങ്ങളുടെ നേതാവിന്റെ വീട്ടുപടിക്കൽ ബലിയർപ്പിക്കാനുള്ളതല്ല അത്തരം പൗരാവകാശങ്ങൾ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ നേതാവ് ആരെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തല്ലിക്കൊല്ലുന്ന തരത്തിലുള്ള ഒരു പോലീസിനെയാണ് നയിക്കുന്നതെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാമെന്നും അല്ലെങ്കിൽ നമുക്ക് കസ്റ്റോഡിയൽ ടോർച്ചറിനെ കുറിച്ചും പോലീസ് വേട്ടയെ കുറിച്ചൊക്കെ സംസാരിക്കാമെന്നും കരുതുന്ന ഒരു വിഭാഗം മനുഷ്യർ കേരളത്തിൽ അവരെ വിളിക്കുന്നത് ഇടതുപക്ഷമെന്നും ഇടതുപക്ഷ സഹയാത്രികരുമാണ്, ഇടതുപക്ഷ സാംസ്കാരിക നായകരാണ് എന്നാണ് അവർ അവരെ വിളിക്കുന്നത് എന്നുള്ളത് കേരളത്തിൽ BJP എന്തുകൊണ്ട് വളരുന്നു എന്നുള്ളതിന്റെ കൂടി ഉത്തരമാണ്. ഇതൊക്കെയാണെങ്കിൽ കൂടി BJP വളരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മറ്റൊന്നു കൂടിയുണ്ട്. ഈ BJP വളരാതിരിക്കുന്നതിനുള്ള ചുമതല നമ്മൾ രാഷ്ട്രീയ സംഘടനകൾക്ക് മാത്രമായിട്ട് കൊടുത്താൽ നടക്കില്ല. കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ കക്ഷിയായിരിക്കാം. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവനവന് എന്തെങ്കിലും ഉപകാരമുള്ള പരിപാടികളിലും ഒക്കെ മാത്രം പങ്കെടുക്കുന്ന ഒരു പാർട്ടിയായിട്ടൊക്കെ നിന്നിരിക്കാം. BJP തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന മാത്രമല്ല. സംഘപരിവാർ എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയ്ക്കുള്ള പാർട്ടിയല്ല. സംഘപരിവാർ എന്ന് പറയുന്നത്, RSS എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തെ, അതിൻ്റെ രാഷ്ട്രീയ അധികാരത്തെ
ഹിന്ദുത്വവൽക്കരിക്കുകയും ഹിന്ദുത്വത്തെ ഹിന്ദു സമൂഹത്തെ സൈനികവൽക്കരിക്കുകയും ചെയ്യുന്നതിനുള്ള ഹിംസാത്മകമായ ഘടനയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പദ്ധതിയാണ്. ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പദ്ധതിയെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായിട്ട് ചുരുക്കി നമുക്ക് നേരിടാനാവില്ല. അതിനെ നിരന്തരമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിരോധത്തിലൂടെ മാത്രമേ നമുക്ക് നേരിടാനാവൂ. അത് ഇന്ത്യയെ പോലൊരു സ്ഥലത്ത് നമ്മളതിനെ നേരിടുന്നതിന് ഇന്ത്യയുടെ ബഹുസ്വരത കൊണ്ടും വൈവിധ്യം കൊണ്ടുമാണ് നമ്മളതിനെ നേരിട്ടത്. അതാണ് നമ്മൾ ഒരു പരിധിവരെ ഇപ്പോൾ കണ്ടത്. വളരെ കൃത്യമായ രീതിയിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു രീതിയിലേക്ക് ഫാഷിസത്തിന്റെ ശക്തി പോയി കഴിഞ്ഞാൽ അതിനെ ചരിത്രത്തിൽ പലയിടത്തും നമ്മൾ കണ്ട പോലെ അത് ആ രാജ്യത്ത് തന്നെ അതിനെ ചെറുത്തു തോൽപ്പിക്കാനാകുന്നില്ല. ഇറ്റലിയിലും ജർമ്മനിയിലുമൊക്കെ ഒരു ലോക മഹായുദ്ധങ്ങളും പുറത്തു നിന്നുള്ള സൈന്യവും വേണ്ടി വന്നു അവിടുത്തെ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഈ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടി മാത്രമായിട്ട് BJP കാണുകയും ബാക്കി എല്ലായിടത്തും അവരുമായിട്ട് അവരെ പോലെ തന്നെ പെരുമാറുകയും ചെയ്യുന്ന കക്ഷികളായിട്ട്, കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ഭരണത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവിധ ദുരധികാര പ്രവണതകളും കാണിക്കുന്ന ഇടതുപക്ഷത്തെയും വെച്ചുകൊണ്ട് BJP എത്രത്തോളം തടയാനാകും എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. നമുക്ക് വേണ്ടത് ഒരു പശുവില്ലാത്ത ഇടതുപക്ഷത്തെ അല്ല. പണ്ട് അരുൺ ഷൂരി BJP കുറിച്ച് പറഞ്ഞത് ഒരു പശു കൂടിയുള്ള കോൺഗ്രസ് ആണ് BJP എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു പശുവില്ലാത്ത BJP-യോ അല്ലെങ്കിൽ താടിയില്ലാത്ത മോദിയായിട്ടുള്ള പിണറായി വിജയനെയോ ഒന്നുമല്ല. ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ മുണ്ടെടുത്ത മോദി എന്നൊക്കെ പറയുന്ന വിജയനെ എനിക്ക് തോന്നുന്നു മുണ്ടെടുത്ത മോദി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അതുപോലെയൊക്കെ പെരുമാറാൻ ശ്രമിക്കുന്നത്. ജനാധിപത്യത്തിൽ പൗരന്മാരെ നിങ്ങൾക്ക് ഭയപ്പെടുത്താൻ, ചിലപ്പോൾ പോലീസിനെയൊക്കെ വിട്ട് അടിക്കാനും അല്ലെങ്കിൽ സ്വന്തം മണികളെയൊക്കെ വിട്ട് ഈ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ പറയുന്ന പോലെയൊക്കെയുള്ള വഷളത്വങ്ങൾ കാണിക്കാനോ പറ്റുമായിരിക്കും. വളരെ കുറച്ചു കാലമേ അതൊക്കെ നടക്കൂ. ഇറ്റലി മുഴുവൻ അടക്കി ഭരിച്ച, ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു നിർത്തിയ മുസോളിനി ഒരു പാലത്തിന്റെ കൈവരിയിൽ നിന്ന് തലകീഴായി കെട്ടിത്തൂക്കിയ ആളുകളെ അയാളുടെ മുഖത്ത് തൂക്കിയിട്ടാണ് വെടിവെച്ചു വന്ന് അയാളെ മുഖത്ത് തൂക്കുകയായിരുന്നു ചെയ്തത്. ഒരു ബങ്കറിലായിരുന്നു ഹിറ്റ്ലർ മരിച്ചത്. എലിമാളങ്ങളിൽ നിന്നാണ് ഏകാധിപതികളെ വലിച്ചു പുറത്തേക്കിട്ട് വിചാരണ ചെയ്ത് ജനങ്ങൾ വിചാരണ ചെയ്ത് അവസാനിപ്പിച്ചത്. ഏകാധിപതികൾക്ക് ചരിത്രത്തിലുള്ള സ്ഥാനം, ഇനി അവർ നിശബ്ദരായി മരിച്ചുപോയാൽ കൂടി ചരിത്രത്തിന്റെ പാഠപുസ്തകങ്ങളിൽ അവർ ഏറ്റവും വൃത്തികെട്ട മനുഷ്യരായിട്ടാണ് വിചാരണ ചെയ്യപ്പെടുക. ചരിത്രത്തോട് പ്രതിബദ്ധതയോ ചരിത്രത്തിൽ എങ്ങനെ ഓർമ്മിക്കപ്പെടണമോ എന്നൊന്നും ആലോചിക്കാത്ത മനുഷ്യർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലാതിരിക്കാമെങ്കിൽ പോലും ആ ചരിത്രത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരു ജനത എന്നുള്ള നിലയിൽ ഇത്തരം ഏകാധിപതികളെയും ഇത്തരം ഫാഷിസ്റ്റുകളെയും ദുരധികാരികളെയും ഒക്കെ അനുവദിക്കാൻ പാടില്ലാത്ത ചരിത്രപരമായ കടമ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്കുണ്ട്. കേരളവും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ബോധം പ്രകടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മുൻവാതിലിൽ നിന്ന് അലറുന്ന BJP എന്ന ഫാഷിസ്റ്റ് രാഷ്ട്രീയ സംഘടനയെ ചെറുക്കാനാകും.